ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം. സോ നമുക്ക് ക്ലാസ്സിന്റെ ഒരു രീതി പറയാം. നമുക്ക് എവറി ഡേ നമുക്ക് പ്രെയർ സോങ് വേണം. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള പ്രെയർ സോങ് അല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു 25 സ്റ്റുഡൻസ് എന്തോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ഒരു 9 പേരെ ഇപ്പൊ ക്ലാസ് റൂമിൽ കാണുന്നു. ഓരോ ദിവസവും ഓരോരുത്തർ പ്രെയർ സോങ് പ്രിപ്പയർ ചെയ്ത് വന്ന് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ 25 പേരുടെ കഴിയുമ്പോൾ വീണ്ടും നമ്മളുടെ സെയിം പ്രെയർ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പ്രെയറോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നത്തിങ് റിലീജിയസ്. അപ്പൊ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രെയർ, ഇന്ന് നാളെ ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രെയർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഒരു ഐഡിയ കിട്ടും പ്രെയർ സോങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. പ്രിഫറബിളി ഇംഗ്ലീഷിലായിരിക്കണം, മിനിമം 6 ലൈൻസ് ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി കൂടിയാണ്. നമുക്ക് റെക്കോർഡ് ബുക്ക് ഉണ്ട്, 5 റെക്കോർഡ് ബുക്സ് സബ്മിറ്റ് ചെയ്യണം കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത്. ആ റെക്കോർഡ് ബുക്കിൽ മിനിമം 2 പ്രെയർ സോങ് ആണ് എഴുതേണ്ടത്. ഞാൻ അത് 2 നമ്പർ ഞാൻ പറയുന്നില്ല, ഒരു പ്രെയർ സോങ് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ അത് ഏത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ബുക്കിൽ എഴുതിയ പ്രെയർ സോങ് ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ ട്യൂണൊന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രെയറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് റെക്കോർഡ്സ് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. അതൊന്നും ടെൻഷൻ വേണ്ട. ഒരിക്കലും ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ റെക്കോർഡ് എഴുതാൻ പറയില്ല, കാരണം ഞാനൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മളുടെ ക്ലാസ്സിനൊപ്പം തന്നെ റെക്കോർഡ് കുറേശ്ശെയായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ആകുമ്പോഴേക്കും നമുക്കെല്ലാം വളരെ സമാധാനമായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഒരു മോഡ്യൂൾ ഫുൾ ഇംഗ്ലീഷ് ആണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അതും ഇതിന് പാരലൽ ആയിട്ട് ടീച്ചർ എടുക്കും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആവും. ചെറിയ ചെറിയ വേർഡ് പവറിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പ്രെയർ സോങ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രെയർ സോങ് എന്ന് പറയാം. 2 പ്രെയർ സോങ്ങിൽ ഒന്ന് ഞാൻ പറയാം, നാളെ പറയാം. നാളെ ആരെങ്കിലും റെഡി ആയിട്ട് വരുവാണെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി, അവരായിരിക്കും പ്രെയർ പറയാം. നമ്മുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us the life. Thank you God for guiding us. Thank you God for saving us. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for the flowers that bloom. Thank you God for everything. നമ്മളത് എല്ലാം നമുക്ക് നേച്ചർ മദർ നമുക്ക് എന്തെല്ലാമാണോ ബ്ലെസ്സിങ്സ് തന്നിരിക്കുന്നത് അല്ലെ, അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രെയർ സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സോങ് കൂടിയുണ്ട്, പ്രെയർ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാം. അത് കേൾക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെ എഴുതണം എന്ന്. മിനിമം 6 ലൈൻസ് മതി. ഈ ഒരു നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് 6 ലൈൻസ് പ്രെയർ സോങ് എഴുതണം. ഓക്കെ, റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് പതിയെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1-ലെ പാർട്ട് 1. അതിന്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. ആ മോഡ്യൂൾ 1-ലെ പാർട്ട് 1-ല് നമുക്ക് 8 യൂണിറ്റ്സ് ഉണ്ട്. ഇന്നലെ അശ്വതി മിസ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത് 7th യൂണിറ്റ് ആണ്. സോ കുഴപ്പമില്ല, എല്ലാം ഹെൽത്തും ന്യൂട്രീഷനും ആയിട്ട് റിലേറ്റഡ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഒരു ക്ലാസ് റൂം സ്റ്റഡി ഒന്നുമല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അറിയാം. ഈ ഓരോ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായിട്ട് ഇരുന്ന ഡിസ്കഷൻ ആണ്. അപ്പൊ എന്തെല്ലാം ഡീറ്റെയിൽസ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ശരിക്കും ഇൻഫർമേഷൻസ് കുറേ കിട്ടും. ഇപ്പൊ ഹെൽത്തിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല അലീന പറയുന്നത് അല്ലെങ്കിൽ ധന്യ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഹെൽത്തിനെ കുറിച്ച് പല വേർഷൻസ് ആയിരിക്കും. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതെങ്ങനെ ഓരോരുത്തരും അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തായിരിക്കും ഫിറ്റ് ആകുന്നത്. ചിലർ ഡാൻസ് ചെയ്യും, ചിലർ യോഗ ചെയ്യും, ചിലർ എയറോബിക്സ് ചെയ്യും, ചിലർ സൂംബ ചെയ്യും, ചിലർ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, നടക്കാൻ പോകും, ഓടാൻ പോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തായിരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മളിൽ എന്തിലാണോ കംഫർട്ട്, നമ്മുടെ ബോഡിക്ക് എന്താണോ കംഫർട്ടബിൾ ആവുന്നത് അതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, വെൽനസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസ്സും വെൽനസ്സും. അതെ, വെൽനസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിലേക്ക് വരുമ്പോൾ.
അത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് പീസ് ആൻഡ് ഹാർമണി, സമാധാനവും സന്തോഷം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് വീട്ടില് നിറയെ സമയത്തിന് ഭക്ഷണം എല്ലാം ഉണ്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് എന്റെ ബോഡി ഫിറ്റ് ആക്കുന്നു. പക്ഷെ വീട്ടിലൊരു സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ വെല്ലാണ്. അതുകൊണ്ടാണ് ഈ മൂന്നും കണക്റ്റഡ് ആണെന്ന് പറയുന്നത്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് മൂന്നും കൂടെ ചേരുമ്പോഴാണ്. വീട് തന്നെ നോക്കണ്ട, ഓഫീസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മൾ വെല്ലാണ് അല്ല. സോ ഇത് മൂന്നും കണക്റ്റഡ് ആണ്. അത് കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് മോഡ്യൂളിൽ ഇങ്ങനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ സിലബസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. 4 പാർട്സ് ഉണ്ട്. 4 പാർട്ടിലെ പാർട്ട് 1 ആണ് ഞാനും അശ്വതി മിസ്സും എടുത്തുകൊണ്ടിരിക്കുന്നത്. മിസ് 7th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ പാർട്ട് 1ലെ ഫസ്റ്റ് യൂണിറ്റ്, പാർട്ട് 1ന്റെ മെയിൻ ഹെഡിങ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. അതിന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, ഏത് ടൈപ്പ് ഫുഡ് ആയിരിക്കണം, ബാലൻസ്ഡ് ഡയറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വരാം അല്ലെ. സോ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. നിങ്ങൾക്ക് അവിടെ കാണും. ഓക്കെ, അപ്പൊ നമുക്കത് എന്താന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പ്രെയറിന്റെ കാര്യം എല്ലാം മനസ്സിലായല്ലോ. എങ്ങനെ പ്രെയർ ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 to 10 ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. അത് എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണം അതെല്ലാം ഇൻസ്ട്രക്ഷൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മുടെ ആ യൂണിറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിന് മാർക്ക് ഉണ്ട്. അത് കൂടാതെ ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഫുഡ് ഹാബിറ്റ്സിന്റെ വരും. ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതാവുമ്പോഴേക്കും പറയാട്ടോ. അത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷമാണല്ലോ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറയുമ്പോഴേക്കും നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. പിന്നെ കുറച്ച് കൺസേൺസ് ഒക്കെ വരും. കാരണം വെച്ചാല് സാധാരണ ടീച്ചർമാർ BEd ഒക്കെ പഠിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അവർ വലിയ ചാർട്ടിൽ കുറെ കാര്യങ്ങളൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് അങ്ങനെ എങ്ങനെയാ ക്ലാസ് റൂമിലേക്കൊക്കെ പോകുന്നത്. അത് നല്ലപോലെ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചാർട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലത് നിങ്ങൾക്ക് കോളേജ് നോട്ട്ബുക്സിൽ ചെയ്യാം. ബുക്ക് ആകുമ്പോൾ സൂക്ഷിച്ചു വെക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ചാർട്ടാവുമ്പോൾ ചിലപ്പോൾ ചുരുട്ടി വെക്കുമ്പോൾ അത് കീറിപ്പോകാം, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു കേസ് വാങ്ങേണ്ടതായിട്ടൊക്കെ. അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊന്നും വേണ്ട. നമുക്കത് നോക്കാം. അല്ലെങ്കിൽ നല്ല ഡയറി ഉണ്ടെങ്കിൽ ഡയറിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതിലേക്ക് വരാം, കുഴപ്പമില്ല. ആക്ടിവിറ്റി തരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയൊക്കെ വേണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ തന്നെ നമുക്ക് ഐഡിയാസ് കിട്ടും എങ്ങനെ അത് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരവര് തന്നെ പറയാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആണ് വരുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ഒരു കൊച്ചു പാരഗ്രാഫ് ഉണ്ട്, 2 സെന്റൻസ് വരുന്ന പാരഗ്രാഫ്. അത് ഒരു മെഡിറ്റേഷൻ പോലെ മനസ്സിലൊന്ന് വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം മനസ്സിലേക്ക് വരുന്നു എന്നുള്ളത് അത് മനസ്സിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ഈ ഒരു ലേണിംഗ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ പോലെയാണ് കേട്ടോ. ലേണിംഗ് ആണ് നമ്മളിവിടെ, സ്റ്റഡിങ് അല്ല, ലേണിംഗ് ആണ്. നമുക്കിവിടെ സബ്ജക്റ്റ് അല്ല, നമുക്ക് തീമാണ്. അത് മനസ്സിലായോ അതെന്താന്ന്? എന്താണ് സബ്ജക്ട്, എന്താണ് തീം, എന്താണ് സ്റ്റഡി, എന്താണ് ലേണിംഗ്? എനിവൺ? ഇവിടെ ബൈഹാർട്ട് ചെയ്യൽ, കാണാതെ പഠിക്കൽ, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. നമ്മളുടെ തിമാറ്റിക് ലേണിംഗ് ആണ്. ക്ലിയർ ആയോ? ശരി, ഞാനത് ഒന്ന് റിലേറ്റ് ചെയ്യാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ essay കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ടല്ലേ. essay കോമ്പറ്റീഷൻ വരുമ്പോൾ പല പല സബ് ടോപ്പിക് വരും. ഒരു എക്സാമ്പിൾ, ഇത് ഫോറസ്റ്റ്, അത് നമ്മൾ നാശമൊന്നും ആകാതെ സംരക്ഷിക്കുക, ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അതിനെ പറ്റി കിട്ടാവുന്ന ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്ത്, നമുക്ക് ചിലപ്പോൾ കുറച്ച് ടൈം തരുമായിരിക്കും പ്രിപ്പയർ ചെയ്യാൻ. കളക്ട് ചെയ്ത് നമ്മൾ അത് മുഴുവനും മനസ്സിലാക്കി നമ്മൾ essay എഴുതുന്നു. അവിടെ അതൊരു കോമ്പറ്റീഷനാണ്. നമ്മളത് എഴുതുന്നു, നമുക്ക് ആ കോമ്പറ്റീഷനിൽ നമ്മൾ വിൻ ചെയ്യുന്നു, നമുക്ക് അതിനുള്ള പ്രൈസ് കിട്ടുന്നു. ഓക്കെ, അത് അവിടെ കഴിയുവാണെങ്കിൽ അവിടെ നിങ്ങളൊരു സബ്ജക്റ്റ് ചുമ്മാ സ്റ്റഡി ചെയ്ത്
അതൊരു പേപ്പറിൽ പ്രസന്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷെ ആ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ തോന്നുന്നു നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്, കാടുകൾ നശിപ്പിക്കാതിരിക്കുക എന്നുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുവാണ് അല്ലെ. നമ്മൾ അപ്ലൈ ചെയ്യും, ഞാൻ അത് ചെയ്യണം, ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അവിടെ അപ്പോൾ അത് ലേണിംഗ് ആയി, ഒരു തീമാറ്റിക് ലേണിംഗ് ആയി. അത് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കും. അതാണ് സബ്ജക്ട് സ്റ്റഡിയും തീമാറ്റിക് ലേണിംഗും നമ്മളുടെ ഡിഫറൻസ് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ വേണ്ടത്, ഇവിടെ നിന്നല്ല, എന്ത് നിങ്ങൾ പഠിക്കാൻ പോകുവാണെങ്കിലും തീമാറ്റിക് ലേണിംഗ് ആയിരിക്കണം, സബ്ജക്ട് സ്റ്റഡിങ് ആയിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു, അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അത് ഓരോ പോർഷൻസും നിങ്ങൾ വായിച്ച് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് മനസ്സിലാവും, ഞാൻ എവിടെ അപ്ലൈ ചെയ്യണം, എന്റെ ഫാമിലി, ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അല്ലെങ്കിൽ നാളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആ ചെറിയ പാരഗ്രാഫ് 2 സെന്റൻസ് വരുന്ന ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ്, അതൊന്ന് വായിച്ചിട്ട് അത് റിലേറ്റഡ് എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നത് ഓർത്ത് വെക്കുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വായിച്ചു. കാണാൻ പറ്റുന്നുണ്ടല്ലോ? വായിച്ചു കഴിഞ്ഞാൽ പറയണേ. 2 സെന്റൻസ് അല്ലേ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ടു കെയർ ഫോർ ആൻഡ് മെയിൻറ്റെയിനിങ് happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. നമ്മളുടെ എല്ലാം അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്താണ്? ഹാപ്പി ലൈഫ്, ക്വാളിറ്റി ഉള്ള ലൈഫ് അല്ലെ. നമുക്ക് കുറെ കാലം ലോങ് ലൈഫ് ജീവിക്കുന്നതാണോ ക്വാളിറ്റി ഉള്ള ലൈഫ് ജീവിക്കുന്നതാണോ? ഏതാ ബെറ്റർ? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആണോ വേണ്ടത്, ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ വേണ്ടത്? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കുറെ കാലയളവ്, ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. ഏത് ലൈഫാ പ്രിഫർ ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. ക്വാളിറ്റി, അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഓഫ് ലൈഫാണ് എല്ലാവർക്കും വേണ്ടത്. കുറെ കാലം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അസുഖമായിട്ട് ജീവിക്കുന്നതിന് നല്ലത് ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയുവാണ്. ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു ഡെഫിനിഷൻ? അവിടെ നമ്മുടെ നോട്ടിലുണ്ട്, പക്ഷെ ആയിക്കോട്ടെ, നമ്മളുടെ ഒരു വേർഷൻ എന്താ ഹെൽത്ത് എന്ന് പറയുന്നത്? അയാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ പറയുന്നത് എന്ത് ഉദ്ദേശിച്ചായിരിക്കും ആരെങ്കിലും കാണുമ്പോൾ? ഒരസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥ. യെസ്, കറക്റ്റ്. ഒരു അസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥ അല്ലെ. ഒരു നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇത്. അസുഖങ്ങളും ഇല്ല, ടെൻഷനും ഇല്ല. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം അസുഖങ്ങളും ഇല്ല, ടെൻഷനും ഇല്ല. ശരീരത്തിന് മാത്രമല്ല അസുഖം ഇല്ലാതിരിക്കേണ്ടത്, എന്തിനും കൂടിയാണ്, മനസ്സിന്. സോ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ ക്ലിയർ ആയിട്ടോ?
സോ അവിടെ ഹെൽത്തിന്റെ ഡെഫിനേഷൻ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സയാന സിനി ഇത് വിട്ടാക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ആ ഹെൽത്ത് അവിടെ കൊടുത്തിരുന്ന കാര്യം നമ്മൾ പറഞ്ഞത് തന്നെ കാര്യമാണ് ആ സെന്റൻസ് മെയിൻ ചെയ്യുന്നത് അല്ലെ. എന്താ പറയാ, നമുക്ക് ഡിസീസ്, ഇൽനെസ് അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ, അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ മെന്റൽ ഹെൽത്ത് പറയുന്നില്ല, പക്ഷെ നമുക്ക് നമ്മളുടെ ഇനി വരുന്ന ടോപ്പിക്സിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് നമുക്ക് പറയാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ മെന്റൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. എന്താണ് അവിടെ അസുഖങ്ങളുമില്ല, ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൽനെസ്. നമ്മൾ ക്ഷീണമില്ല, നമ്മൾ വീക്ക് അല്ല, ഡിസീസ് ഇല്ല, ഇൽനെസ് ഇല്ല, നമ്മൾ വളരെ ഒരു സ്റ്റേറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കലി മെന്റലി നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഈ മെന്റലിയുടെ കൂടെ, അതായത് ഫിസിക്കൽ മെന്റൽ പറഞ്ഞു, ഈ ഹെൽത്ത് നമുക്ക് പല ലെവൽസിൽ പല ഡൊമൈൻസിൽ ഹെൽത്തിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. അന്നത്തെ ക്ലാസ്സിൽ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുവാണെങ്കിൽ നല്ലൊരു ഡേറ്റാബേസ് നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് കിട്ടും. ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് പല ഡെഫിനിഷൻസ് വന്നു. ഓക്കെ, അപ്പൊ അതൊരു നല്ല നോട്ട്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾക്ക് പോലെ ഷോർട്ട് ഹാൻഡ് പോലെ നോട്ട് ആക്കിയിട്ട് നമുക്കത് ഇലാബറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ലെക്ചർ നോട്ട്സും എക്സ്ട്രാ പോയിന്റ്സും ആഡ് ചെയ്ത് വെക്കണം. അത് കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. എക്സാം ടൈം ആകുമ്പോഴും വൈവയുടെ ടൈം ആകുമ്പോഴും അത് എളുപ്പമായിരിക്കും. ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഓരോ ഡൊമൈനിൽ നോക്കാം. ഹെൽത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തതിന്റെ ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ. ആ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ ഈ നോട്ടിൽ അത് വരുന്നില്ല, ഞാനത് എക്സ്ട്രാ പറയണതാണ്. ഹെൽത്തിന്റെ പല ഡിവിഷനിലെ ഒന്നാമത്തെ ഡിവിഷനാണ് ഫിസിക്കൽ ഹെൽത്ത്. എന്താ ഫിസിക്കൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ, വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ഹെൽത്ത്? ഒരാള് ഫിസിക്കലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ ബോഡിയുടെ ഹെൽത്ത് അല്ലെ. ഇപ്പൊ കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അയാൾ ഫിസിക്കലി ഹെൽത്തി ആണ്. അപ്പൊ ബോഡിക്ക് യാതൊരു ഡീഫോർമേഷനും കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ ബോഡി നല്ല ഹെൽത്ത് ആയിരിക്കുന്നതാണ് ഫിസിക്കൽ ഹെൽത്ത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം, എനിക്ക് നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട്, നല്ലതുപോലെ കൈ റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ട്, കൈ കൊണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ ബോഡിയിലെ കൈയും കാലും എല്ലാം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു അല്ലെ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയുന്നുണ്ട്, കേൾവിയുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്റെ ബോഡിയുടെ ഓർഗൻസ് എല്ലാം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൽ വരുന്നില്ലേ. ആളുടെ ബോഡിയുടെ ഹെൽത്ത്, യാതൊരു ഡിഫോർമേഷനും ഇല്ല, ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും നല്ല പെർഫെക്റ്റ് ആയിട്ട് നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, ബോഡി നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലെ. ഹെൽത്ത് ഓഫ് അവർ ബോഡി, പിന്നെ ബോഡി എല്ലാ ഫങ്ഷൻസും നോർമൽ ആയിട്ട് പെർഫോം ചെയ്യുന്നു. അങ്ങനെ നോർമൽ ആയിട്ട് പെർഫോം ചെയ്യണം. അതായത് ഇപ്പൊ എനിക്ക് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, അതെല്ലാം നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. ഫിസിക്കൽ ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ കാര്യം. നമ്മുടെ ഹെൽത്തിനെ ഡിവൈഡ് ചെയ്തതിന്റെ ഫസ്റ്റ് ഡിവിഷനാണ് പറഞ്ഞത് ഫിസിക്കൽ ഹെൽത്ത്. നെക്സ്റ്റ് നമ്മൾ മെന്റൽ ഹെൽത്ത് പറഞ്ഞു. അതിന് ഒന്നുകൂടി ഇതാക്കി പറയുവാണ് ഇമോഷണൽ ഹെൽത്ത്.
മെന്റൽ ഹെൽത്തിൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ തോട്ട്സ് അല്ലെ? ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഫീലിങ്സും തോട്ട്സും എല്ലാം വരും. തിങ്കിങ് കറക്റ്റ് ആവും, ഫീലിംഗ് കറക്റ്റ് ആവും. ഒരു ആളുടെ ഇമോഷണൽ, നമുക്ക് അറിയാം നമ്മൾക്ക് കുറെ ഇമോഷൻസും തോട്ട്സും വരും. ഇത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് നല്ല ലെവലിൽ തന്നെയാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് മെന്റൽ ഇൽനെസ് ഉണ്ടാകുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. മെന്റൽ ഹെൽത്തിൽ പ്രോബ്ലം ഉണ്ടാകും, അതിന്റെ ലെവൽ താഴ്ന്നുണ്ട്. സോ ഇമോഷണൽ ഹെൽത്ത് ഒരു ആളെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ തിങ്ക് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊരു പേഴ്സന്റെ ഓവറോൾ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഹെൽത്ത്. നെക്സ്റ്റ്, നമ്മൾ നമ്മുടെ വീട്ടിൽ മാത്രം ജീവിക്കുന്ന ആളാണ്, നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ? പുറത്തു പോയി ആളുകളെ കാണുന്നുണ്ട്, അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്നു. അവിടെ ഒന്നും രണ്ടും ആൾക്കാരായിരിക്കില്ല നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പലപ്പോഴും നമ്മൾ കാണാനും ഇടപഴകാനുമുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വരുന്നതാണ് സോഷ്യൽ ഹെൽത്ത്. നമ്മൾ എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി ആയിട്ട്, സൊസൈറ്റി ആയിട്ട് നമ്മൾ എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, റിലേറ്റീവ്സിനിടയിൽ എല്ലാം എങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, അത് വരുന്നതാണ് തേർഡ് ലെവലായ സോഷ്യൽ ഹെൽത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യും, അത് സോഷ്യൽ ഹെൽത്ത് ആണ്. നമ്മുടെ ആ ബിഹേവിയർ വളരെ ലോ ആണെങ്കിൽ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് പ്രോപ്പർ അല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ പലതരം സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിൽ ചെയ്യുവാണ്, ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കാന്ന് വിചാരിക്കും, നല്ല തിരക്കാണ്, നമുക്ക് ടൈം എടുക്കേണ്ടി വരുന്നതോടെ ഫുഡ് കഴിക്കാൻ. നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി അതിനനുസരിച്ച് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു അല്ലെ? ദാറ്റ് മീൻസ് നമ്മുടെ സോഷ്യൽ ഹെൽത്ത് നല്ല. അതേസമയം ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളം വെക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് സോഷ്യൽ ഹെൽത്ത് വളരെ ലോ ആണ്. എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പറഞ്ഞു, ഇമോഷണൽ ഹെൽത്ത് പറഞ്ഞു, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആണ് ഇമോഷണൽ ഹെൽത്ത്, പിന്നെ സോഷ്യൽ ഹെൽത്ത് പറഞ്ഞു. നെക്സ്റ്റ് സ്പിരിച്വൽ ഹെൽത്ത്. സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടില് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മൾ മാരിഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പല ട്രഡീഷൻസ് അല്ലെങ്കിൽ കൾച്ചർ ഫോളോ ചെയ്യുന്നവരായിരിക്കും, പല റിലീജിയസ് ബിലീഫ് ഉള്ളവരായിരിക്കും. നമ്മുടെ ഏത് റിലീജിയൻ ആണെങ്കിലും, ഏതൊരു കൾച്ചർ ആണെങ്കിലും, ഏതൊരു ട്രഡീഷൻ ഫോളോ ചെയ്യുമ്പോഴും നമുക്ക് കുറെ വാല്യൂസ് അതിൽ നിന്ന് കിട്ടും. നല്ല നല്ല വാല്യൂസ്, ഗുഡ് വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ആ വാല്യൂസ് ഫോളോ ചെയ്ത് നമുക്കറിയാം നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. ആ ഒരു രീതിയിൽ, അതായത് ഫാമിലിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ കെയർ ചെയ്യുന്നു. പ്രായമായവരുണ്ടെങ്കിൽ അവരെ നോക്കുന്നു, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ നീഡ്സ് മനസ്സിലാക്കുന്നു, പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറുടെ നീഡ്സ് മനസ്സിലാക്കുന്നു, പാരന്റ്സിന്റെ കാര്യങ്ങൾ, പാരന്റ്സ് പറയുന്ന രീതികൾ മനസ്സിലാക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന പല വാല്യൂസും, നമ്മളുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷൻ, അത് നമ്മൾ ഫോളോ ചെയ്ത് ഒരു പർപ്പസ്ഫുൾ ലൈഫിൽ ജീവിക്കുമ്പോഴാണ് സ്പിരിച്വൽ ഹെൽത്ത് പറയുന്നത്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ ഹെൽത്ത്, ഫിഫ്ത്ത് വൺ ആണ്. ഇന്റലക്ച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോർ ക്രിയേറ്റീവ് ആണ്, നമ്മളുടെ ബുദ്ധി, ഇന്റലിജൻസ് അങ്ങനെയാണ്, നമ്മൾ ക്രിയേറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ കൂടുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ക്രിയേറ്റീവായിട്ട്. നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ആകും. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടാവും, കൂടുതൽ അതില് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. പെയിന്റ് ചെയ്യുന്നവരുണ്ടാവും, അവരും അതുപോലെ തന്നെ കൂടുതൽ അതിൽ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും. ക്രാഫ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ എന്താണ്, ചിലർ കുക്കിംഗ് ആയിരിക്കാം, ചിലര് വീട് ക്ലീൻ ചെയ്യുന്നതിലായിരിക്കാം, വീട് അലങ്കരിക്കുന്നതിലായിരിക്കാം, അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മളുടെ എന്താണോ ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നു, അതിന്റെ റിലേറ്റഡ് സ്റ്റഡി നടത്തുന്നു. അങ്ങനെ നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ആകും. സോ ക്ലിയർ ആയോ? ഹെൽത്തിന്റെ ഇപ്പൊ എത്ര ലെവൽസ് നമ്മൾ പറഞ്ഞു? എത്ര ലെവൽസ് പറഞ്ഞു? 5. ഏതെല്ലാമായിരുന്നു? ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, ഇന്റലക്ച്വൽ ഹെൽത്ത്. ക്ലിയർ ആയല്ലോ? 5 ലെവൽസ്, മെയിൻ ആയിട്ടുള്ള 5 ലെവൽസ് ആണ് ഈ 5 എണ്ണം. ഇനി ഇത് റിലേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്.
ഇനി WHO എന്താണെന്നറിയാലോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ WHO ഹെൽത്തിന് അവരെന്തും ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഓരോ ഡെഫിനേഷൻ കൊണ്ടുവരും. എക്സാക്ട് മീനിങ് വരുന്ന രീതിയിൽ ഡെഫിനിഷൻസ് കൊണ്ടുവരും. അപ്പം WHO ഹെൽത്തിനെ ഒരു ഹെൽത്ത് ട്രയാങ്കിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 കോർണേഴ്സ് ഉണ്ടാവും. ട്രയാങ്കിളിന് 3 സൈഡ്സും ഉണ്ട്, 3 കോർണേഴ്സ് ഉണ്ട്. ഈ 3 കോർണറിന്റെ ബാലൻസിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. 3 കോർണറിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ ഹെൽത്ത് ആണ് 3 കോർണറിൽ വരുന്നത്. അതാണ് പറയുന്നത്. ഇനി നമ്മളിപ്പോ ഹെൽത്തിന്റെ കാര്യം ഓൾമോസ്റ്റ് കുറെ ഡേറ്റാസ് നിങ്ങൾക്ക് കിട്ടി, ഹെൽത്ത് റിലേറ്റഡ് കുറെ കാര്യങ്ങൾ കിട്ടി. ഇനി ഇതിനകത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് അടുത്തത് വരുന്നത്. എന്താ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്? ആ ഒരു ചെറിയ പാരഗ്രാഫ് ഒന്ന് വായിക്കൂ, അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു അതൊന്ന് ഡിസ്കസ് ചെയ്യും. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, ചെറിയ ചെറിയ റെസ്പോൺസേ വരുന്നുള്ളൂ. ക്ലാസ് ചെറുതായതുകൊണ്ടാണോ, മെമ്പേഴ്സ് കുറവായതുകൊണ്ടാണോ അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചാൻസ് കൂടുതലല്ലേ, കുറവ് കുട്ടികൾ വരുമ്പോൾ കുറെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു. വായിച്ചോ? ഓക്കെ, വായിച്ചു. വർക്കൗട്ട് ആണ് മെയിൻ ആയിട്ടും ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, കൂടുതൽ വീക്ക്നെസ് ഒന്നും ആകാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്നവരുണ്ടാകും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, യോഗ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ നമുക്ക് എന്താണോ നമ്മൾക്കും നമ്മുടെ ബോഡിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിലുള്ള വർക്കൗട്ട്, അതാണ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കാൻ. പിന്നീട് നമുക്ക് ഈ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് പലപ്പോഴും ടെൻഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും മാനേജബിൾ ആയിരിക്കും. താഴെ റിജു ഒന്ന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യൂ, കാരണം ആ വെൽനസിന്റെ താഴെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. റിജു ഒന്ന് സ്ക്രോൾ ചെയ്യണേ. ആ ബുള്ളറ്റ് പോയിന്റ്സ് മതി മതി. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് കാണാം. അതിന് നമുക്ക് സ്ട്രെങ്ത് എന്നൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത്? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പൊ എനിക്ക് ടേബിൾ ഒന്ന് പുഷ് ചെയ്ത് നീക്കണം, സോ എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് വേണം, അല്ലെ? എന്തെങ്കിലും അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള 5 kg അരിയുള്ള ഒരു ചാക്ക് എടുക്കണം, സോ അതെനിക്ക് പൊക്കാൻ എനിക്ക് സ്ട്രെങ്ത് വേണം. സോ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസിൽ നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഫാക്ടേഴ്സിൽ ഒന്നാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ നമ്മുടെ മസിൽസ് അതിനനുസരിച്ച് റെഡി ആകും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ. ഫോർ എക്സാമ്പിൾ വീട്ടിൽ തന്നെ നമുക്ക് പല പല ജോലികൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് വേണം. വീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് ഈ പറയുന്നതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻഡുറൻസ്. എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ ആണ്. സർവൈവൽ ആണ്. വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളായി ചെയ്യാനായിട്ട് പറ്റും.
അതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. എന്താ പറയാ, സ്റ്റാമിന, വിൽ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് എൻഡുറൻസ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഇപ്പൊ ഡാൻസേഴ്സിനെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, അവർ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആകും. യോഗ ചെയ്യുന്നവര് ബോഡി ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആകും. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കൂടുതലും ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്പീഡ്, നമ്മളങ്ങനെ ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്പീഡ് കൂടും. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ, ഒരു മാരത്തോൺ നടത്താൻ പോവാണ്, കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കും. മാരത്തോൺ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനേക്കാളും 6 months തുടങ്ങി ചില ആൾക്കാർ പ്രാക്ടീസ് ചെയ്യും. എത്ര കിലോമീറ്റർ ഓടി അവർ ടൈമറൊക്കെ വെച്ച് ഓടി നോക്കി പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അങ്ങനെ അതിൽ അവര് സ്കില്ല് കണ്ടെത്തും. റണ്ണിങ് ഉള്ള ആ ഒരു സ്കില്ലാണ് വേണ്ടത്, സ്പീഡ് വേണം. അപ്പൊ ആ ഒരു സ്കിൽ, അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ട് ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് സ്പീഡ് കഴിഞ്ഞ് അടുത്തത് കോർഡിനേഷൻ. കോർഡിനേഷന് മുമ്പ് എജിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേസ്ഫുൾനെസ്. നമ്മൾ ചില ആൾക്കാർ ഡാൻസ് ചെയ്യുമ്പോൾ പറയില്ലേ, എന്തൊരു ഗ്രേസ് ആണ്, ആ ഒരു ഭംഗി അല്ലെ. ചിലര് ഇപ്പൊ മോഡലിങ്ങിലെ ആൾക്കാര് ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ റാമ്പ് വാക്ക് ചെയ്തു വരുമ്പോൾ ചിലരെ കാണുമ്പോൾ പറയില്ലേ, അവരെ കാണാൻ എന്തൊരു ഗ്രേസ് ആണ്, അതാണ് ഈ അജിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാര് പാട്ട് പാടും, ഓരോരുത്തരും അവർ ചെയ്യുന്നതിൽ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ഗ്രേസ് ആണെന്ന് പറയും. ഡാൻസ് ആർക്ക് വേണമെങ്കിലും ഡാൻസ് ചെയ്യാം, പക്ഷെ ചിലര് ഡാൻസ് ചെയ്യുമ്പോൾ ബോഡി ഭയങ്കരമായ ഫ്ലെക്സിബിൾ ആയി എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് വന്നു അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഗ്രേസ് ആയിട്ട് നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ നോക്കിയിരിക്കും. അതുപോലെയുള്ള ഡാൻസേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കോർഡിനേഷൻ, നെക്സ്റ്റ് വൺ കോർഡിനേഷൻ ആണ്. കൊച്ചുകുട്ടികളെ ചെറുപ്പം തുടങ്ങിയ ഡാൻസ് പഠിപ്പിക്കുന്നു. ശരിക്കും ഡാൻസ് എന്ന് പറഞ്ഞാൽ കൈയുടെ, കാലിന്റെ, ഫേസിലെ, കണ്ണിന്റെ എല്ലാ മൂവ്മെന്റ്സ് ഒരേ സമയം വരുന്നതാണ്. ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നല്ലപോലെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഡാൻസിങ് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തും കരാട്ടെ നടക്കുമ്പോൾ കൈയുടെ മൂവ്മെന്റ്സും കാലിന്റെ മൂവ്മെന്റ്സും വിഷനും എല്ലാം ഒരേപോലെ വരണം. അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാം. അങ്ങനെ ബോക്സിങ് ആണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും കോർഡിനേഷൻ നമുക്ക് വരും. ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. റിജോ മുകളില് ഫസ്റ്റ് പേജ് തന്നെ ഒന്ന് കൊണ്ടുവരാമോ? വെൽനസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് പോകാം. വെൽനസ് ഒരു ചെറിയ പാരഗ്രാഫാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കും. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. പലപ്പോഴും ഹെൽത്തും വെൽനെസ്സും കൂടെ ഒരേപോലെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്നിനോട് കണക്റ്റഡ് ആണ്. ഹെൽത്തി ആയിരിക്കുന്ന ഒരാളാണ് വെൽനെസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകുള്ളൂ. സോ ഒന്നിനോട് കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ സ്മോക്കിംഗ് ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല അല്ലെ. അപ്പൊ നമ്മൾക്ക് അറിയാം അത് നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബാക്കി ഹാബിറ്റ്സ് ഡെയിലി ബേസിസിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അതിന് ബെറ്റർ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സമയത്ത് ഉറങ്ങുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നു, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നു. അതിന്റെ ഔട്ട്കം ആയിട്ട് എന്താ? നമ്മൾ പുറത്തുള്ള ആളുകളുമായിട്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യുന്നു. സോ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നു. ഓക്കെ, അങ്ങനെ എല്ലാം വരുന്നു. അങ്ങനെ ജസ്റ്റ്
ജീവിച്ചിരിക്കുക എന്നതിനേക്കാളും നമ്മൾ ക്വാളിറ്റിയുള്ള ലൈഫ് ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാറും. ഒരു സക്സസ്ഫുൾ ലൈഫ്, ഫ്ലറിഷിങ്, ലൈവ്ലി ആയിട്ട് ജീവിക്കുന്നു, ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. അപ്പൊ വെൽനെസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഡെയിലി ബേസിസിൽ ഹെൽത്തി ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമില് ഭക്ഷണം, വെള്ളം, പിന്നെ ഹൈജീൻ, റെഗുലർ എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അങ്ങനെയെല്ലാം ചെയ്ത് നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ബെറ്റർ ആയ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് എല്ലാം അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചുമ്മാ ജീവിച്ചിരിക്കുന്നു എന്നല്ല, ജസ്റ്റ് സർവൈവിംഗ് എന്ന് മാത്രമല്ല, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട്, ലൈവ്ലി ആയിട്ട്, ഫ്ലറിഷ്ഡ് ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു. നല്ലൊരു സക്സസ്ഫുൾ ലൈഫ്, പർപ്പസ്ഫുൾ ലൈഫ് എല്ലാം വരും. അതാണ് വെൽനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെൽനെസ് തന്നെ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കേസ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വീട്ടിലെ സമയത്ത് ഭക്ഷണമുണ്ട്, ഞാൻ കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് നടക്കും. പക്ഷെ വീട്ടിൽ എപ്പോഴും വഴക്കും ബഹളവും കോൺഫ്ലിക്ട്സും ആണെങ്കിൽ ഞാൻ ഒട്ടും വെല്ലല്ല, ഞാൻ ഹാപ്പി അല്ല. ഞാൻ വെറുതെ സർവൈവ് ചെയ്യുന്നു, ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തെളിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ലൈഫ് ഒരു പർപ്പസ്ഫുൾ ആകുന്നില്ല, സക്സസ്ഫുൾ ആകുന്നില്ല, ലൈവ്ലി ആകുന്നില്ല. അപ്പൊ അതാണ് വെൽനെസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ വെൽനെസ് ഏതിൽ കൂടെ എല്ലാം വരണം? ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് വന്ന് വെൽ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അടുത്ത പേജ് എടുത്തോളൂ കേട്ടോ റിജോ. ഈ വെൽനെസ് ആകുമ്പോൾ ഒരു പാരഗ്രാഫ് അല്ലേ അതിൽ പറയുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെൽനെസിനെ കുറിച്ച് പറയാം. വെൽനെസ്സിൽ തന്നെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഫിസിക്കൽ വെൽനെസ്. ഓക്കെ, ഫിസിക്കൽ വെൽനെസ്. ഫിസിക്കൽ വെൽനെസ് എന്താണ്? നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്, ഫിറ്റ്നസ്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ വെൽനെസ് വരുന്നത്. അപ്പൊ ബോഡി റിലേറ്റഡ്, ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ വെൽനെസ്. കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, കറക്റ്റ് എക്സസൈസ്, ശരിയായ രീതിയിലുള്ള റെസ്റ്റ് എടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കൽ വെൽനെസ്സിന് വരും. പിന്നെ നമ്മുടെ ഇമോഷണൽ വെൽനെസ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ഫീലിങ്സ്, തിങ്കിങ് എല്ലാം ഇമോഷണൽ വെൽനെസ്സിൽ വരും. ഇമോഷണൽ വെൽനെസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽനെസ് അങ്ങനെ പറയും. അതായത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒത്തിരി പ്രഷർ, ടെൻഷൻ എല്ലാം വരും. ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, എത്ര സംഭവിച്ച് നഷ്ടപ്പെട്ടു, നമുക്ക് അതൊരു ലോസ് ആണ്. നമുക്കതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് അല്ല. അപ്പൊ അങ്ങനെ ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾ ഭയങ്കര ടെൻഷനിലും വിഷമത്തിലും പ്രഷറിലും ഒക്കെ ആയിരിക്കും. അതെല്ലാം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഓവറായിട്ട് സന്തോഷം വന്നാലും അതും നമുക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെ ലൈഫിൽ വരുന്ന ഓരോ ചലഞ്ചസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതാണ് ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽനെസ്. അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ വെൽനെസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുന്നത്. നമ്മൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നു, മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും വെൽനെസ് വരുന്നത്. പിന്നെ സോഷ്യൽ വെൽനെസ്, നമ്മൾ ഓൾറെഡി ഹെൽത്തിന് ഇതേ വേർഡുകൾ യൂസ് ചെയ്തിരുന്നു. നമ്മുടെ ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ. നമ്മളിവിടെ ഒരു എന്താ പറയുക 16 പേരുണ്ട്. നമ്മൾ 16 പേരും തമ്മിലുള്ള ഇന്ററാക്ഷൻ, നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ നടത്തുവാണെങ്കിൽ നമ്മളവിടെ സോഷ്യലി നമ്മൾ വെല്ലായിരിക്കും. ഓക്കെ, അതിപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങുവാണ്, നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുക, പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ കുറെ റിലേറ്റീവ്സ് കാണുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചെന്നാൽ നമുക്കത് ഇന്ററാക്ഷൻ നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ, ഇന്ററാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് അതർ പീപ്പിൾ, അവിടെ ആണ് ഈ സോഷ്യൽ വെൽനെസ് വരുന്നത്. സോഷ്യൽ കണക്ഷൻസ്, റിലേഷൻഷിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവിടെയാണുള്ളത്. നമ്മുടെ സോഷ്യൽ വെൽനെസ് ഇംപ്രൂവ് ചെയ്യും, അത് നല്ല രീതിയിൽ നടക്കുവാണ്. പോസിറ്റീവ്, നമ്മുടെ ജനറൽ ഹെൽത്തിൽ അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വെൽനെസ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ആകുന്ന കാര്യം, അതാണ് ഇവിടെ വരുന്നത് ഇന്റലക്ച്വൽ വെൽനെസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വെൽനെസ് വരുന്നത്. നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു, ലേണിംഗ്, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു പഠിച്ച കാര്യങ്ങൾ പലതിനും.
നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനസ്. സ്പിരിച്വൽ ഹെൽത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂസ്. ഇപ്പൊ നമുക്ക് നമ്മളുടെ പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടിയ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ കുറേ വാല്യൂസ് ഉണ്ടാവും. അത് ഫോളോ ചെയ്ത് നല്ലൊരു പോസിറ്റീവ് ലൈഫിലേക്ക് നമ്മൾ പോകുന്നതാണ് സ്പിരിച്വൽ വെൽനസ്. ഒരു പർപ്പസ്ഫുൾ ലൈഫ്, ഒരു മീനിങ്, പർപ്പസ്ഫുൾ. അല്ലെങ്കിൽ എപ്പോഴും ഡിപ്രഷനില് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്നും നമുക്ക് മാറുന്ന ഒരു ഇതാണ് സ്പിരിച്വൽ വെൽനസ്. പലപ്പോഴും നമ്മുടെ റിലീജിയസ് ബിലീഫുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും സ്പിരിച്വൽ വെൽനസ്. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനസ്. പലരും പല ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, നല്ല ഓക്കുപേഷനിൽ ആകാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ചിലർക്ക് പെയ്ഡ് ജോബ് വേണം, ഒരു ഇൻകം വേണമല്ലോ ജീവിക്കാൻ. ചിലർക്ക് അത് താല്പര്യമില്ല, അവർക്ക് ഇങ്ങനെ വോളണ്ടിയർ ആയിട്ട് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നോൺ പെയ്ഡ് ജോബും താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെ നമ്മളുടെ പാഷൻ അനുസരിച്ച് എന്ത് ജോബാണ് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നു. അപ്പൊ അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കുള്ള സ്കില്ല് വേറെ ആളുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ, പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് നല്ലതുപോലെ വരയ്ക്കാൻ അറിയാമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട. കുറച്ച് കുട്ടികളെ വെക്കേഷൻ അല്ലെ, കുട്ടികളെ വീട്ടിൽ വിളിച്ച് അവരെ പഠിപ്പിക്കും, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. മീൻസ് ഒരു നോൺ പെയ്ഡ് ജോബ് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി അഥവാ അല്ല, എനിക്ക് ഇൻകമിന്റെ ആവശ്യമുണ്ട്, അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്, കുക്കിംഗ് അങ്ങനെ ഒരു സ്കില്ലുണ്ട്, കുക്കിംഗ് പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വിളിച്ച് ഞാൻ കുക്കിംഗ് പഠിപ്പിക്കുന്നു, അവരെനിക്ക് ഫീസ് തരും. മീൻസ് ഞാൻ എന്റെ പാഷൻ, എന്റെ സ്കില്ല് ഞാൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുന്നു. ആ രീതിയിൽ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ചുള്ള സ്കില്ല് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എൻവയോൺമെന്റൽ വെൽനസ്. നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്സ് അല്ലെ, എൻവയോൺമെന്റ്. അത് വീട്ടിലാണെങ്കിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സൊസൈറ്റി, കമ്മ്യൂണിറ്റിയിലേക്കാണെങ്കിലും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും, അവിടുത്തെ എൻവയോൺമെന്റ് നമ്മളുടെ വെൽനെസ്സിന് ഒരു ഫാക്ടർ തന്നെയാണ്. അവിടെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമുക്കെങ്കിൽ അത് നമ്മളുടെ വെൽനെസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടെ ഫിസിക്കലി നമ്മൾ പറയുവാണെങ്കിൽ പലപ്പോഴും ഹ്യൂമൻ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെ എൻവയോൺമെന്റ് ഉണ്ട്. കാരണം ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പലയിടത്തും ഗാർബേജ്, വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂടി കിടന്ന് ആളുകളുടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ എൻവയോൺമെന്റൽ വെൽനസ് തന്നെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും നമ്മളുള്ള ഏരിയയും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇപ്പോൾ പൊള്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിലും നമ്മളുടെ ഹെൽത്തിനെ അത് നെഗറ്റീവായി ബാധിക്കും. നെക്സ്റ്റ് എക്കണോമിക് വെൽനസ്. ഇവിടെയാണ് പലപ്പോഴും പല ലൈഫും നമ്മുടെ ബാലൻസ് തെറ്റുന്നത്. ഓക്കെ, പല ലൈഫും ബാലൻസ് തെറ്റിപ്പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എക്കണോമിക് ലെവലിലെ ഇൻഇക്വാലിറ്റി ഉണ്ട്. ആ ഒരു കുറെ നല്ല ഉയർന്ന എക്കണോമിക് ലെവലിൽ ഉണ്ടാവും, ഒരു മീഡിയം ലെവലിൽ ഉണ്ടാവും, ഒരു കുറെ പേര് താഴ്ന്ന ലെവലിലേക്ക് ആയിരിക്കും ഇരിക്കും. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഏതൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി എടുത്താലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആ എക്കണോമിക് ലെവല് കറക്റ്റ് ആക്കാനായിട്ട് നോക്കും, പല പല ഓപ്ഷൻസ് നൽകി. അപ്പോഴാണ് ആ എക്കണോമിക് വെൽനസ് എന്നുള്ളത് മീറ്റ് ചെയ്യുന്നത്. ഇനി കൾച്ചറൽ വെൽനസ്. പലപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, പെട്ടെന്ന് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് വേറൊരു ഏരിയയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടുത്തെ കൾച്ചറുമായിട്ട് നമുക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ, വേറൊരു കൺട്രിയിൽ പോകും, അവിടുത്തെ കൾച്ചർ നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അതും നമ്മളുടെ വെൽനസിനെ ബാധിക്കും, ഈ കൾച്ചറൽ വെൽനസ്. നെക്സ്റ്റ് ക്ലൈമറ്റ് വെൽനസ്. നമുക്കിപ്പോ ഭയങ്കരമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാം, കാരണം അത്രയ്ക്ക് ചൂടാണ് നമുക്ക് അല്ലെ. വല്ലാത്ത ചൂട് വരുമ്പോൾ നമുക്ക് അസ്വസ്ഥതയായി. ഈവൻ ഈ ക്ലാസ് റൂമിൽ തന്നെ പെട്ടെന്ന് കറണ്ട് പോയി ഫാൻ ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ്സിലിരിക്കാൻ. നമ്മൾ ക്ലാസ് വേണ്ടാന്ന് വെച്ച് തന്നെ ചിലപ്പോൾ പോയി വരും. അപ്പൊ ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പം ഇത് ഒരു ന്യൂ ഏരിയ ഓഫ് റിസർച്ച് ആണ് കേട്ടോ. അതിന്റെ സ്റ്റഡീസ് ഒക്കെ നടക്കുവാണ്. ക്ലൈമറ്റ് എങ്ങനെയാണ് ഈ വെൽനസിൽ, ആളുകളുടെ വെൽനസിൽ ചേഞ്ചസ് വരുന്നതെന്നുള്ള സ്റ്റഡീസ് നടക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ഹോട്ട് ആണല്ലോ.
ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേറ്റ് ചെയ്യാം. നല്ല തണുപ്പ് വന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര മഴ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ നമുക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ മഴ കാരണം പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നു. അതൊക്കെ ക്ലൈമറ്റും വെൽനെസ്സിനെ എഫക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു എന്നൊന്ന് ഓരോന്ന് അതിന്റെ ടൈറ്റിൽ ഒന്ന് പറയാം ആരെങ്കിലും? ടഫായിട്ട് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ടൈറ്റിൽ ഒന്ന് പറയാമോ? മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും? യെസ് അലീന പറഞ്ഞു. ഏതെങ്കിലും വിട്ടുപോയാലും വേറെ ആരെങ്കിലും ആഡ് ചെയ്തോളൂ, പറഞ്ഞോളൂ. കിട്ടിയില്ല? ഇല്ല, എനിക്ക് അലീനെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും അലീന പറയുന്നത് കേൾക്കാമോ? അലീന ക്യാൻ യു ഹിയർ മീ എന്നൊക്കെ മെസ്സേജ് അയച്ചു. എനിക്ക് കേൾക്കാത്താണോന്ന് അറിയില്ലല്ലോ. അവിടെ നിന്ന് എന്തോ ചെറിയൊരു ഡിസ്റ്റർബൻസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ ആർക്കെങ്കിലും കേൾക്കാമോ അലീന പറയുന്നത്? കേൾക്കത്തില്ല ടീച്ചർ. ഓക്കെ, വേറെ ആരെങ്കിലും പറയാൻ റെഡിയാണോ? യെസ്. പറയൂ വേണോ? Separational wellness, occupational wellness, environmental wellness, economical wellness, cultural wellness, and climate wellness. ഓക്കെ, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിരുന്നോ? Physical wellness, emotional or psychological wellness, social wellness, intellectual or cognitive wellness, spiritual wellness, occupational wellness, environmental wellness. ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, സാരമില്ലല്ലേ, നെക്സ്റ്റ് ഡേ ഒക്കെ എല്ലാം പറയുന്നത്. എക്കണോമിക് വെൽനസ്, കൾച്ചറൽ വെൽനസ്, ക്ലൈമറ്റ് വെൽനസ്, അങ്ങനെ വെൽനസ് വരുന്നത്. നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓൾമോസ്റ്റ് 10 minutes മോർ ഉണ്ട്. സോ ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നല്ല 2 ആക്ടിവിറ്റീസ്. ഒന്നാമത്തെ ആക്ടിവിറ്റി, നമ്മളിപ്പോ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഒരാളോട് നമ്മൾ എന്താണ് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അയാളുടെ ഒരു ക്വസ്റ്റ്യൻ പറയും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചോദ്യം അയാളോട് ചോദിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? 2 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. അക്കോർഡിംഗ് ടു ഒരാളെ കണ്ടിട്ട് അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് മെൻ ബൈ ഹെൽത്ത്, ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് കഴിഞ്ഞ് അയാളോട് തന്നെ ചോദിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത്. ആക്ടിവിറ്റി ഇതാണ്. 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത്, 10 ആളുകളുടെ അടുത്ത് എന്താണ് ഹെൽത്ത്, അവരുടെ വേർഷനിൽ എന്താണ് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാം. എന്നിട്ട് ഈ 10 പേരും പറഞ്ഞത് വെച്ചിട്ട് ഹെൽത്തിന് മെസ്സേജ് നോക്കിയിട്ട് 10 പേരും പറഞ്ഞ കാര്യം വെച്ചിട്ട് ഹെൽത്തിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ നിങ്ങൾ എഴുതണം. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എപ്പോൾ സബ്മിറ്റ് ചെയ്യണം നമുക്ക് പറയും, എഴുതി വെക്കുക. പിന്നെ ഓരോ യൂണിറ്റിനും ഓരോ ആക്ടിവിറ്റി പറയുമ്പോൾ ആ യൂണിറ്റ് തീർന്ന ഉടനെ തന്നെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി വെക്കുക. സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഡേറ്റ് ആവുമ്പോഴേക്കും അത് ചെയ്യാൻ നോക്കരുത്, കാരണം നമുക്ക് ഒത്തിരി ബേർഡൻ ആയി പോകും. അപ്പം ആക്ടിവിറ്റി ഒന്നാണ് 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക. ഇംഗ്ലീഷിൽ തന്നെ എഴുതണം കേട്ടോ. എന്നിട്ട് അവര് 10 പേരും പറഞ്ഞത് വെച്ചിട്ട് ഒരു ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്യുക ഹെൽത്തിന്. ഈ ആക്ടിവിറ്റി ക്ലാസ് റൂമിലേക്ക് വരും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പോലെ കൊടുക്കും. പിന്നെ അതിന്റെ അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഹെൽത്തി ആയിട്ട് ഇവരോട് തന്നെ ചോദിക്കാം, ഹെൽത്തി ആയി 10 പേര് തന്നെ ചോദിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റെപ്സ് ഫോർ ബീയിങ് ഹെൽത്തി എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഇതാണ് ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി, നമ്മുടെ ചാപ്റ്റർ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ് ആണല്ലോ. അപ്പോൾ പ്രിപ്പയർ എ ചാർട്ട് ഫോർ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. പ്രിപ്പയർ എ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർട്ടിൽ കൂടുതൽ എഴുതുന്നതിനേക്കാളും എപ്പോഴും പിക്ചേഴ്സ് ഒട്ടിക്കുമായിരിക്കും നല്ലത്. കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളെയാണ്. സോ അവരെ എഴുതി വായിപ്പിക്കുന്നതിനേക്കാളും അവർക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് വിഷ്വൽ ഇമ്പാക്ട് വളരെ കൂടുതലാണ് അല്ലെ. സോ ഇതിന് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പിക്ചേഴ്സ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹെൽത്ത്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് അറിയാം. ഹാൻഡ് വാഷ് ചെയ്യുക, കുളിക്കുക, നല്ല ബാലൻസ്ഡ് ഡയറ്റ്, നല്ല ഭക്ഷണം കഴിക്കുക, അതെല്ലാം ഹെൽത്തിൽ വരും. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആകാനായിട്ട് ചെയ്യുന്ന എക്സസൈസ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇരിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്നത്. ഈ പിക്ചേഴ്സ് ഒക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. ഓക്കെ, പിന്നെ ഇത്രയും കാര്യം, ഈ 2 ആക്ടിവിറ്റിയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഞാൻ തരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ ആക്ടിവിറ്റിയെ കുറിച്ച്? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? വാട്ട് ഈസ് ഹെൽത്ത്, അതിന്റെ ഒരു ഡെഫിനേഷൻ എഴുതുക. അത് 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്തെങ്കിലും ചോദിച്ചിരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും കുറച്ച് പേര്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഈവൻ ഫോൺ ചെയ്ത് ചോദിച്ചാൽ കിട്ടുന്നവരുണ്ടാവും, പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് അവരെടുക്കുന്നത് അങ്ങനെ നോട്ട് ചെയ്തിട്ട് അത് രണ്ടും ഒരു ചെറിയ പാരഗ്രാഫ്. പലപ്പോഴും ഹെൽത്തിന് നമുക്കൊരു 2-3 സെന്റൻസ് കിട്ടുള്ളൂ, കാരണം മിക്കവരും കോമൺ കാര്യമായിരിക്കും ഹെൽത്തിന് പറയുന്നത്. പക്ഷെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പലർക്കും പല വേർഷൻസ്, പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഏജ് വൈസ് പലതായിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ അത് പിന്നെ നിങ്ങൾക്ക് ഈ നോട്ട്സിനെ കുറിച്ച് ഇപ്പം അലീന പറഞ്ഞു, ഈ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ക്ലാസ്സസ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? നമ്മൾ ഈ 10 പേരോട് ചോദിക്കുന്നത് 10 പേരും പറയുന്നത് വേറെ വേറെ എഴുതണോ, അതോ എല്ലാരും കൂടി പറയുന്നത് ഒരൊറ്റ പാരഗ്രാഫ് ആക്കി എഴുതിയാൽ മതിയോ? ഈ എല്ലാവരും കൂടെ പറയുന്ന പോയിന്റ്സ് ചേർത്തിട്ട് നമ്മൾ ഫോം ചെയ്യുവാണ് ഒറ്റ ഡെഫിനിഷൻ. മനസ്സിലായോ? 10 പേരുടെയും 10 ആയിട്ട് നമ്മൾ എഴുതണ്ട. 10 പേരുടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ്സ് എല്ലാം എടുത്തിട്ട് ഒറ്റ പാരഗ്രാഫിലോ ആയിട്ട് അതിനൊരു ഡെഫിനിഷൻ. ഏതാ? ഇപ്പൊ കേൾക്കാം. നമ്മൾ ഈ ആക്ടിവിറ്റി ഒക്കെ എങ്ങനെ സെപ്പറേറ്റ് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ചെയ്തിട്ടാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? എങ്ങനെ? നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നില്ലേ, ഇപ്പോ ഓരോ ക്ലാസ്സിലും തരുന്നില്ലേ? നമ്മൾ അത് സെപ്പറേറ്റ് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ചെയ്തിട്ടാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? ചില സമയത്ത് ചാർട്ട് ആണെങ്കിൽ ചാർട്ടിന്റെ ഒരു ഇമേജ് എടുക്കുക, അത് കൺവേർട്ട് ചെയ്ത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഈ സബ്മിഷന് മുമ്പ് അത് എങ്ങനെ ഓരോന്നും സബ്മിറ്റ് ചെയ്യണം എന്നുള്ള അത് കാണിച്ചുകൊണ്ടൊരു വീഡിയോ പ്രൊവൈഡ് ചെയ്യും സാറ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ, പിന്നെ നിങ്ങൾ അതിന്റെ പ്രാക്ടീസ് ആയിക്കോളും, പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ടെക്നിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു തരും. ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് 10 ഇൻഡിവിജ്വൽസിന്റെ അടുത്ത് ചെന്നിട്ട് അവരോട് ഹെൽത്ത് എന്നുള്ളത് എന്താണെന്ന് ചോദിക്കും. ആ 10 ആളുകളും പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് ഹെൽത്തിന് നല്ലൊരു ഡെഫിനേഷൻ എഴുതുക. ഒരു പാരഗ്രാഫ് മതിയാവും. പിന്നെ അവരോട് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്. സോ അവര് പറയുമായിരിക്കും. 10 പേരും ചിലപ്പോൾ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവും അവർ പറയുന്ന സ്റ്റെപ്സിൽ. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പോയിന്റ്സ് പോലെ സ്റ്റെപ്സ് ടു ബിക്കം ഹെൽത്തി, അങ്ങനെ പോയിന്റ്സ് പോലെ അതും എഴുതി സൂക്ഷിക്കുക, സബ്മിറ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞത് നമ്മുടെ ഈ ചാപ്റ്റർ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഈ മൂന്നിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം.
ചാർട്ട് എന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് ആയിരിക്കും നല്ലത്. വെറുതെ എഴുതി സമയം കളയണ്ട. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെൽത്തി ആയിട്ടിരിക്കാൻ ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ ഹാൻഡ് വാഷ് ചെയ്യുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. വെൽനസ്, നമ്മൾ ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഇരിക്കുന്ന ഫോട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇരിക്കുന്ന ഫോട്ടോസ്, അങ്ങനെയെല്ലാം നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെൽനസിന് ധാരാളം മതി. എല്ലാം അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്, എഴുതി വെക്കേണ്ട ആവശ്യം. ഇതാണ് ആക്ടിവിറ്റി. പിന്നെ എന്താ, പ്രേയറിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ചെറിയ ചെറിയ സോങ്സ് ഒക്കെ. ഇത് പ്രേയർ മാത്രമല്ല, ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള സോങ് റൈംസ് ഉണ്ടാക്കണം, അനിമൽസിനെ കുറിച്ചുള്ള റൈംസ്, അതൊക്കെ ബേർഡ്സിനെ കുറിച്ച്, അതൊക്കെ നിങ്ങൾക്ക് വരും. ക്രിയേറ്റിവിറ്റി മനസ്സിലായല്ലോ, നമ്മുടെ അത് വരേണ്ടതാണ്. ഞാൻ എഴുതിയ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്കായിരുന്നു. അതിലാണ് പ്രേയർ സോങ് വന്നത്. പിന്നെ ബേർഡ്സിനെ കുറിച്ച്, പിന്നെ കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കുന്നതിന് വേണ്ടുന്ന റൈം. അത് ഞാൻ ഓരോ മോഡൽ ഞാൻ തരാം, ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ തരാം. അത് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് റെക്കോർഡ് എഴുതാറാകുമ്പോൾ തന്നെ അതൊന്ന് ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ ഒന്ന് തുടങ്ങിയിട്ടാവാന്ന് വിചാരിച്ചിട്ടാ. ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണമല്ലോ. ഓക്കെ, ഇതിലെന്തെങ്കിലും ഇപ്പൊ ഇതുവരെയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? മാം, ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇങ്ങനെ PDF ആയിട്ടാണോ അതോ നമുക്ക് അല്ലാതെ ഡയറക്റ്റ് കിട്ടുമോ? PDF ആയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അല്ലാതെ സപ്പോർട്ട് വേണമെങ്കിൽ ഒരു നമ്പറിൽ എന്തോ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസില്. ഒന്ന് വിളിച്ചാൽ മതി. ഇത് PDF ആയിട്ടായിരിക്കും കിട്ടുക. പക്ഷെ നമ്മളൊരു ഡേറ്റാബേസ് പോലെ നമ്മളുടെ കയ്യിൽ എന്ത് PDF ഉണ്ടെങ്കിലും ഒരു ഡേറ്റാബേസ് നമ്മൾ സൂക്ഷിക്കുന്ന, ഹാൻഡ് റിട്ടൺ തന്നെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതുമ്പോൾ ലൈക്ക് നമ്മൾ ഒരു പ്രാവശ്യം അത് നമ്മുടെ മനസ്സിലേക്ക് ആവുമല്ലോ. നമ്മൾ കോപ്പി എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഇതിന്റെ ഒപ്പം തന്നെ കേട്ടോ, റെഫറൻസ് ആണ്. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പല പല ബുക്സ് റെഫർ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതും ഒന്ന് കൺസിഡർ ചെയ്യാം. നാളെ കൊണ്ട് നമ്മളുടെ ഈ ഒരു സെഷൻ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. ലൈക്ക് നെക്സ്റ്റ് ചാപ്റ്ററും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി, അതൊക്കെ കേട്ടതൊന്ന് നോട്ട് ചെയ്തൊക്കെ വെച്ച്, റെക്കോർഡ് അവൈലബിൾ ആണ്. ഈവൻ എന്തെങ്കിലും മറന്നു പോയാലും ആ ഒരു സെഷൻ നോക്കാനായിട്ട് വരാം, അതൊന്നും കുഴപ്പമില്ല. ഈ റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് നമ്മള് പഠിച്ചപ്പോഴുള്ള പോലത്തെ റെക്കോർഡ് എഴുത്താണോ? നമ്മൾ പണ്ട് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ എഴുതില്ലായിരുന്നോ? അതെ, അതേപോലുള്ള നമുക്ക് തരുമോ അതോ നമ്മള് വാങ്ങണം? വാങ്ങിയിട്ട് നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ലെങ്ത്തിലുള്ള കോളേജ് നോട്ട്ബുക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ലൂസ് പേപ്പറിൽ ചെയ്ത് ഫയൽ ചെയ്യാം. ഇത് ഞാൻ 2018 ചെയ്തതാണ്, ഇതുവരെ അതിനൊരു കുഴപ്പമില്ല. ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് ആയതുകൊണ്ടാണ് അത് നിൽക്കുന്നത്. നമുക്കൊരു സ്കൂളിൽ ചെന്ന്, ഒരു എക്സാമ്പിൾ, നമുക്ക് ആക്ഷൻ റൈം ബുക്കിന്റെ ഒരു റെക്കോർഡ് ഉണ്ട്. നമ്മൾ കുറേ റൈംസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോവാ ചെറിയ കുട്ടികൾക്ക്, പ്രീ KG കുട്ടികൾക്ക് നമ്മളുടെ തന്നെ റൈംസ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്കൊരു അതിശയായിരിക്കും, അവർ ആദ്യമായിട്ട് കേൾക്കുന്നു. മറ്റേത് എന്ന് വെച്ചാൽ അവർ കുറെ കേട്ട പാട്ടുകളൊക്കെ ആയിരിക്കും ഈ ഓരോന്നൊക്കെ. അപ്പൊ അത് നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞാൽ അവർ പറയില്ല ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ടോപ്പിക്സ് എല്ലാം ഞാൻ തരാം. ഞാൻ ചെയ്തതിന്റെയും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ ഒരു ഐഡിയ കിട്ടുമായിരിക്കും എങ്ങനെ എഴുതണം എന്നുള്ളതേ. നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് വേറെ ടോപ്പിക്സ് ഒക്കെ ഇനി തരുത്തതേ ഉള്ളോ? അതെ, അത് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ ആഴ്ചയല്ലേ നമുക്ക് നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് റെക്കോർഡിന്റെ കാര്യം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 weeks കഴിഞ്ഞിട്ടോ, എങ്ങനെയാന്ന് വെച്ചാൽ. 5 റെക്കോർഡ്സ് ഉണ്ട്. ഓക്കെ.
നമുക്ക് ഈ എത്ര സബ്ജക്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് എന്നൊന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാമോ? എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ വൈസ് ആണ്. നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ 4 പാർട്സ് ആണ്. ഓരോ പാർട്സിലും 8, 9, 10, 11 യൂണിറ്റ്സ് ഒക്കെ വരാം. ചിലതിൽ 8 ആയിരിക്കാം, ചിലതിൽ 10 ആയിരിക്കാം, ചിലതിൽ 11 ആയിരിക്കാം. പിന്നെ മോഡ്യൂൾ 2 വരുന്നത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് മോഡ്യൂൾ 2 വരുന്നത്. അതിന് 17 യൂണിറ്റ്സ് ആണ്. മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. പ്രാക്ടിക്കൽസ് എങ്ങനെയാണത് മോണ്ടിസോറി ടെക്നിക്സ് യൂസ് ചെയ്ത് കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത്, അതാണ് മോഡ്യൂൾ 3 വരുന്നത്. അത് തന്നെ 5 പാർട്ടാണ് അതിൽ വരുന്നത്. ഓരോ പാർട്ടിനും 6, 8, 10 ആ രീതിയിൽ യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇനീഷ്യലി നമ്മൾ പഠിക്കുന്നത് ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. നമുക്ക് തോന്നും മോണ്ടിസോറി പഠിക്കുന്നതിൽ എന്തിനാ ഹെൽത്ത് വേണം? കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി റിലേറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, അവരെങ്ങനെ ഹെൽത്തി ആയിരിക്കണം, നമ്മളുടെ കൂടെ ആയിരിക്കും അവർ പകല് മുഴുവൻ. അവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ കാര്യങ്ങൾ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത് കഴിയുമ്പോഴാണ് നമുക്ക് മോണ്ടിസോറി ടെക്നിക്സിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, പ്രയർ സോങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കും. നാളെ പകല് മുഴുവൻ സമയമുണ്ടല്ലോ, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നേരത്തെങ്കിലും കിട്ടുവാണെങ്കിൽ 6 ലൈൻസ് മതി മിനിമം. അല്ലെങ്കിൽ എന്റെ ഒരു പ്രയറും കൂടി ഉണ്ട്, അത് നാളെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടെ കിട്ടും. തീരുമാനിച്ചു. ഓക്കെ അല്ലേ? നമുക്ക് മൈൻഡ് അപ്പ് ചെയ്താലോ? ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടോ? Bye, ma'am. Thank you. Thank you, ma'am.